Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, இதுக்கு முன்னாடி பாட்டெல்லாம் பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னு டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 5 போயிடலாம். ദിവസമായി ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നിനക്കൊന്ന് പറഞ്ഞു തരാമോ? നിന്റെ ഭാര്യയെ നല്ലതായി കാണിക്കാനാണ് ഈ പെടാപ്പാടുപെടുന്നെങ്കിൽ നിനക്ക് തെറ്റി. അതിന് ഈ ഗോഷ്ഠിയുടെ ആവശ്യമൊന്നുമില്ല. സാധാരണ രീതി പെരുമാറിയാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. അതല്ല ഇതിന്റെ പിന്നിൽ മറ്റു വല്ല ഉദ്ദേശമാണെങ്കിൽ. എന്ത് ഉദ്ദേശം? നിന്റെ കാര്യമായോണ്ട് ഒന്നും പറയാൻ പറ്റില്ലേ? ഞാനിത് കേൾക്കണം. എനിക്ക് ബ്രേക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്റെ അമ്മയും മുത്തശ്ശി ഈ ചേറി കിടന്ന് നരയ്ക്കണം ഓർത്തപ്പോ അതിന്റെ മണത്തിന് നീ പൂശുന്ന സെന്റിനേക്കാൾ പരിശുദ്ധി ഉണ്ടടാ. പിന്നെ നിങ്ങളുടെ ഭർത്താവിനോട് രാവിലെ சகதி எடுத்து சொல்லுங்க, தலையிலயும் களத்திலயும் சேர்தான் இருக்குன்றாரு. ഇന്നത്തോടെ നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കൂടാതെ എങ്ങാടാ മാട്ടിക്കിട്ടാ. അതിനോട് പറയുന്നില്ല കേട്ടോ, മനസ്സിൽ വെച്ചോ. എന്താ എന്റെ ഗേൾഫ്രണ്ട് ആ യമിനി, ഇത് മനോജ്. ഞാൻ പറഞ്ഞില്ലേ ആ ഓസ്ട്രേലിയക്കാരി ചേച്ചി അടിച്ചൊന്നൊരു അങ്കിളിന്റെ കാര്യം, ഇതാണ് പുള്ളി. യമിനി, നാളെ ഇതേ സമയം ഇതേ സ്ഥലം. അത് ശരി. അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ ഈ സോളര്? ഞങ്ങളൊന്നും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിലെന്താ തെറ്റ്? അതാണ്. അത് ശരി. ഇത് ഞാൻ വീട്ടിലെല്ലാവരോടും പറയാൻ പോവാ. ഓ അത്ര പറഞ്ഞോ? ഇതാണ് ന്യൂ ജനറേഷൻ. എന്തുവാ മനോങ്ങൾ എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്ര മതിയോ? വേണ്ട വേണ്ട വേണ്ട. குளத்துல என்னாச்சு? നമ്മുടെ കുളത്തില് എന്താണോ ஸ்விம்மிங் பூல் ஆகிட்டாங்கன்னு நினைக்கிறேன். அதை நினைச்சேன், இவ்வளவு பேர் ஓடும் போதே நினைச்சேன். நானும் நினைச்சேன். தென்னை மரத்துல ஏறி பார்த்துட்டு இருக்காம ஒருத்தர். உனக்கு அத்தலாம் அவங்க என்ன இப்படி பார்த்துட்டு? ஐயோ ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? മരുമകള് അടിവസ്ത്രത്തോണ്ട് കുളത്തിച്ചാടി. അത് കാണാൻ നാട്ടുകാർ മുഴുവൻ കുളത്തിന്റെ ചുറ്റും. മുത്തശ്ശി അതിന്റെ ഒരു സ്വിമ്മിംഗ് സൂട്ടെന്നാ. നീ ഒന്നും ഇല്ലാതിരിക്കണ്ട ചേട്ടാ. പേരിലെന്തിരിക്കണോ? കാണാനൊക്കെ നാട്ടുകാർ കണ്ടു. ഓണം നാട്ടിൽ ഒരു സാധനം കൊടുത്തുകൊണ്ട് അയ്യേ വൃത്തിയിടുന്നില്ലായിരുന്നു. ചേച്ചിക്ക് നല്ല நேத்து வந்து உறுத்திக்கிட்டு ரொம்ப டூ மச் வருது. മൗനവ്രതത്തില നീയല്ലേ ഈ വീട്ടിലെ കാരണവര്? എട്ടുമൂട്ടും ചെയ്യാത്തന്റെ വായിന്ന് വന്നത് കേട്ടില്ലേ? ഇവനൊക്കെ വലുതായ എന്താവും? എന്താവാൻ? പേരിന് വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഇനി ഒരുത്തനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരുത്തനെ നന്നാക്കാൻ നോക്കിയപ്പോ നിങ്ങൾ രണ്ടാളും എനിക്കെതിരെ തിരിഞ്ഞു. ഞാൻ മാത്രം ഓടിക്കെതിരെ നിന്നത്. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അത്രേ ഉള്ളൂ. அவர் தந்தளிச்சு விட்டாரு, அதனாலதான் கண்டுக்க மாட்டார். എന്റെ മുത്തശ്ശി കുറിച്ച് അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. സങ്കടവും ദേഷ്യവും വരുമ്പോ എന്തെങ്കിലും വിളിച്ചു പോകുന്നല്ലാതെ മുത്തശ്ശി ആളൊരു പാവാ. തിരിച്ചു പോകാനോ? അപ്പൊ ഇവിടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നല്ല അന്വേഷണം വന്നാലോ? ഞാൻ മനുവിന്റെ ഭാര്യയാണെന്ന് മനുവിന്റെ വീട്ടുകാരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. എന്തിനാ അന്വേഷണത്തിന് ഭയക്കണം? ഇയാൾ എന്റെ ഭാര്യയാണെന്ന് വീട്ടുകാർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ വിവാഹത്തെ കുറിച്ച് ഒരു അന്വേഷണം വന്നാൽ എന്റെ വീട്ടുകാർ അതിന്റെ കാര്യം അന്വേഷിക്കും. അവരറിയുന്ന സത്യവും അവരുടെ സംശയങ്ങളും കൂട്ടി വായിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അതോടെ നമ്മുടെ പദ്ധതിയൊക്കെ പൊളി. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മനുവിന്റെ വീട്ടുകാർ നമ്മളെ സഹായിക്കില്ലേ? അതിനാണ് അവരുടെ സ്നേഹം പിടിച്ചു ഞാൻ പറയുന്നത്. അവർക്ക് പ്രിയ ഇഷ്ടമായ ഒരുപക്ഷെ അവർ സഹായിച്ചേക്കും. ഇയാളുടെ വീട്ടുകാർക്ക് ഇപ്പോഴും സംശയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുവർ ഐഡിയാസ് ഹാവ് ബീൻ എ ടോട്ടൽ ഫെയിലിയർ. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ എന്റേതായ രീതിയിൽ ശ്രമിക്കാൻ പോവാ. ഈ വീട്ടിനകത്തിരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. So I need to get up. പുറത്തു പോകാനും I don't know. This is your place. You take me out. வயலுக்கு கூட்டிட்டு போயிடுவாரோ? ஓ உடனே எடுத்து சாங்க. நைஸ் ட்ரெஸ். இவங்களுக்கு பயங்கர மெஜஸ்டிக்கான ஒரு லுக் இல்ல? அதோட சரியான ஹைட் வாங்க. எல்லாம் லைன்ல நிக்க போறானுங்க அடுத்தது.
അയ്യോ. ஓ இது நல்லா இருக்கே. இதுதானே இந்த கோட்டையம்மா அதுவா? ஆ இந்த பூ சோறுக்கு கடை அதுலயும் இப்படிதானே. அது கல்லு கடைப்பா. ஓ ஆமா. ഷാപ്പിലോ? ഏത് ഷാപ്പിൽ? ഷാപ്പ് ഏതായാലും എന്താ, അവര് കയറി കുടിച്ചില്ലേ? ആ കുട്ടിയെ കുടിച്ചോ? രണ്ടുപേരും തലക്ക് പിടിച്ച് അവിടെ കയറി വന്നു. സൂപ്പർ. എന്റെ ദൈവമേ, നമ്മൾ ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇന്നേ വരെ നാട്ടുകാർക്ക് ഈ ആഹാ. പറ്റി പറഞ്ഞു ചിരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കണ്ടക ശനി കൊണ്ടേ പോകും. എന്തോ ഒരു ദോഷം കിടപ്പുണ്ട്. ആ കൃഷ്ണഗണിയെ വരുത്തിച്ചൊന്ന് പ്രശ്നം വെപ്പിക്കാം. ഈ ദോഷം കണ്ടുപിടിക്കാൻ കണിയാനെ ഒന്നും വരുത്തണ്ട, ഞാൻ പറയാം. നീ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിനും ഏതിനും നിങ്ങൾ അവനെയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്നാണ് നീ പറയുന്നത്. ഇത്രയായിട്ട് നിനക്ക് അവനെ മനസ്സിലായില്ലല്ലോ എന്റെ ലക്ഷ്മി. അവന്റെ സമയം മോശമായതുകൊണ്ടാ ഇങ്ങനെ ചെയ്യാൻ അവനെ തോന്നിപ്പിക്കുന്നത്. അപ്പോ കുറ്റം സമയത്തിന്റെ അല്ലാതെ അവന്റെ അല്ല. ഇങ്ങനെ എല്ലാറ്റിനും അവനെ ന്യായീകരിച്ച് കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ട് അവൻ ഇങ്ങനെ ആയത്. അതെ, കുറ്റം മുഴുവൻ എന്റെയാണല്ലോ. ഞാൻ കാരണമാണല്ലോ അവനോട് ഇറങ്ങിപ്പോയത്. ഇതാ ഞാനൊന്നും പറയാത്തത്. എന്തെങ്കിലും അവന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ വഴക്കായി. പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി, പിള്ള പറഞ്ഞാൽ വാ കെട്ടി. ഇനി നിങ്ങൾ തമ്മിൽ തുടങ്ങണ്ട. ഇതൊക്കെ വന്ന് കയറുന്ന പെണ്ണിന്റെ കുഴപ്പ. ചിലത് വന്ന് കയറിയ കുടുംബം നശിക്കും. നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മരുമകളാവാൻ എനിക്ക് പറ്റില്ലായിരിക്കാം. പക്ഷേ ഞാനൊരിക്കലും ഈ കുടുംബത്തിനൊരു ദോഷമാവില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എന്റെ പേരൻസ് ഓസ്ട്രേലിയക്ക് പോയതാ. അതോടുകൂടി എന്റെ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടു. അച്ഛനമ്മമാരുണ്ടായിട്ടും ഇല്ലാത്തവളെ പോലെയാണ് ഞാൻ വളർന്നത്. അവിടെ അവർക്ക് ജോലി കഴിഞ്ഞിട്ട് ഒന്നിനൊരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എല്ലാവരും കണ്ടപ്പോ എനിക്ക് എല്ലാവരും തിരിച്ചു കിട്ടിയെന്ന് ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷെ എത്രയായാലും മരുമകൾ മകളാവില്ലല്ലോ. പൊട്ടാകൻ പോയിട്ട് ഞാൻ കാരണം ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്ന മാനക്കേടും ദുഃഖങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. എന്നെ ആരും വെറുക്കരുത്. ഞാൻ ഉടൻ തന്നെ പോയിക്കോളാം. മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. പക്ഷെ പ്ലീസ് എന്നെ ശപിക്കരുത്. வெரி குட். அப்படியே வந்து சபையை திலீப் ஏட்ட மாதிரி விட்டு போட்டு வந்துட்டாரு. இல்ல எனக்கு தெரிஞ்சு உண்மையா பேசியிருக்கான்னு நினைக்கிறேன். ஓ இருக்கலாம். இதுதான் உங்களோட உண்மையான அந்த ஃபீலிங்ஸ். இல்ல இதான் உங்களோட ஃபேஸ். அவங்க மறைச்சு ஜாலியா வந்துட்டு இருக்க மாதிரி இருக்காங்க. ஒர்க்ல ரொம்ப ஃபோக்கஸ் பண்ணி ஸ்ட்ரெஸ் அவாய்ட் பண்ணிருக்காங்கன்னு நினைக்கிறேன். எல்லாம் அடிக்கிறாங்களா? அடிக்கிற மாதிரி தெரியல. நானும் ரொம்ப ஸ்ட்ரெஸ்ஸா இருந்தா ஒர்க் ஃபோக்கஸ் பண்றேன். മുത്തശ്ശി മോളെ വേദനിപ്പിച്ചു എന്നറിയാം. മോളെ തന്നെ ക്ഷമിക്ക്. മുത്തശ്ശി അങ്ങനെ ആരാ എന്താന്നൊന്നും നോക്കാതെ വിളിച്ചു പോകും. പെട്ടെന്നൊരു ദിവസം മോളെ വീട്ടിൽ കയറി വന്നപ്പോ ഞങ്ങൾക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായെന്നുള്ള സത്യമാ. എന്ന് കരുതി മോളോട് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ. മോളെ ഇഷ്ടമായതുകൊണ്ടാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇഷ്ടമുള്ളവരെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് കേൾക്കുമ്പോ നമുക്ക് വേദന തോന്നില്ലേ? സ്നേഹമുള്ളിടത്തെ പരിഭവമുള്ളൂ. മോളെ, ഞങ്ങളൊക്കെ പഴഞ്ചൻ ആൾക്കാരായി, പക്ഷേ വലിയ യാഥാസ്ഥിക ചിന്താഗതിക്കാരൊന്നും അല്ല. നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾ ചില കുറുമ്പുകളൊക്കെ കാണിക്കും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സിലേക്ക് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മോളി ചെയ്തതൊന്നും ഞങ്ങളാരും വലിയ കാര്യമായി എടുത്തിട്ടില്ല. ലക്ഷ്മി വാ, മോള് ശ്രമിച്ചോട്ടെ. ആ പിന്നെ ലേശം അടിക്കണമെന്ന് തോന്നുമ്പോ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി. பாக்கி அடிப்பாங்களா? அவங்க கிட்ட சொன்னா போதுங்கிற மாதிரி சொல்றாங்க. Wow, so cute. അവിടെ ഒന്ന് പിടിച്ചു പോയി തോന്നല്ലോ. എന്താ തിരിച്ചു വരാൻ പ്ലാനൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്തോ ഒന്ന് എന്നെ ഇവിടെ പിടിച്ചു. മേ ബി ഐ ഡോണ്ട് നോ. നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനെന്ന് പറയുന്നു. ഇവിടെയുണ്ട്. പക്ഷേ അവന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംതിങ് ഈസ് നോട്ട് റൈറ്റ് അബൌട്ട് ഹിം. ആകെ ഒരു ശ്മശാന മൂകതയാണ്. മുത്തശ്ശി അവളെ ചവിട്ടി പുറത്താക്കി കാണും. പക്ഷെ അയ്യോ എന്നുള്ള ശബ്ദം കേട്ടില്ലല്ലോ. അയ്യോ, ഇന്ന് നേർക്ക് കല്യാണമൊന്നുമില്ലേ? ഒന്ന് നിൽക്കൂ. நக்கல் பண்றேன். അതെ, ഒരു കല്യാണ ക്ഷണം ഉണ്ടായിരുന്നു. അങ്ങേക്ക് പോകാൻ സൗകര്യപ്പെടുവോ ആവോ? ഇത് സോണിയുടെ അല്ലേ? അതിന് എന്നെ വിളിച്ചിട്ടുണ്ട്. പോകുന്നതിന് വിരോധമില്ലല്ലോ അല്ലേ?
ഞാൻ പോകുന്നുണ്ട്. അതെന്തൊരു ചോദ്യമാ? കല്യാണം ചെയ്ത മനുവിന്റെ കൂടെ പഠിച്ചതല്ലേ? അല്ല, ഇത് ചില കല്യാണങ്ങൾക്കൊക്കെ പറഞ്ഞു വിട്ടതാണല്ലോ. ഞാൻ ഇവനോട് ചെയ്ത മഹാ അത് ഇതുപോലെ അല്ലല്ലോ. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അല്ല, പറഞ്ഞതേ ഉള്ളൂ. വായില വാക്കിന് കരം കൊടുക്കണ്ടല്ലോ. കൊടുക്കുന്നു. കരം വെക്കി ഞാൻ. ഓഹോ ആ ഇവരിവിടെ സ്ഥിരാക്കാൻ പോവാണ്. ചായ എങ്ങനെയുണ്ട് അച്ഛാ? ഉഗ്രൻ. മോക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന്. നിനക്ക് പഴയ താരാടി. കൈകുഞ്ഞിന് തന്നെ അത്രയും നല്ലൊരു ചായ അടുത്ത കാലത്തൊന്നും ഞാൻ പ്രിയയുടെ മുത്തശ്ശി പഠിപ്പിച്ചത് അത്ര. പോടാ. ചേച്ചി, ആ? അല്ല നമ്മുടെ റൗഡി വാസു അയ്യോ റൗഡി വാസാ. ആ നശിച്ച ജന്തു 2 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിനാ തുറന്നു വിട്ടില്ലേ? തീരമായിട്ട് അകത്ത് തന്നെയാണ്. ഇവന്റെയൊക്കെ കുടുംബം സമാധാനമായിട്ട് ജീവിച്ചേനെ. അല്ല അയാളിപ്പോഴും ഭാര്യ തല്ലാറുണ്ടാ? കൊണ്ടോന്നോ? വൈകുന്നേരം 6 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഷാപ്പിന്ന് വന്നിട്ട് പണ്ടാറ കാലം ആ പാവത്തിനെ എടുത്തിട്ട് ഇടിയ. കഷ്ടം. എന്തൊരു ദുഷ്ടനായാള്. അല്ല വൈകിട്ട് എത്ര മണിന്ന് പറഞ്ഞേ? 6 മണി. ഒന്ന് വേഗം വരണല്ലോ. നമ്മളിങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്ത് സൺസെറ്റ് കാണാൻ. സൺസെറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. പക്ഷെ ഇത് കുട്ടനാടൻ സൺസെറ്റാ. ഇതിനെന്താ ഇത്ര പ്രത്യേകത? അത് പിന്നെ നീ എന്നെ പോയി എടുത്തിട്ട് വന്നോ? കടലിലല്ലേ? ഇത് തോട്ടില്ല. തോട്ടിലോ? സൺസെറ്റോ? അതെന്ന് വെച്ചാല് 3 തോടുകള് കായലിൽ വന്ന് ചേരും. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ. സൂര്യൻ അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. സൂര്യൻ വെയിനൊക്കെ പോവാക്കും. എനിക്ക് ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ച് നോക്കുന്ന ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തവരാ. ആരും അവരെ സഹായിക്കാനും கூட்டு வந்திருக்காரு. ലേസ് അഴിഞ്ഞതാ. നടന്നോളൂ. அவங்களே பிரச்சனைக்கு போக மாட்டுவாங்கன்னு தெரியும். எனக்கு தெரிஞ்சு அவரு தான் அடி வாங்க போறாரு. അയ്യേ ഇവനും പേടിച്ച. ഇവനൊക്കെ എന്താ ஓ ഇന്നത്തോടെ ഇവിടെ ആണുങ്ങളോടുള്ള മെക്കിടേത് ദിക്കും. ஐயோ ഈശ്വര, കാര്യം കൈവിട്ട് പോകാൻ. പക്ഷെ ഒന്നും ചെയ്യല്ലേ. ആളറിയാണ്ട് അതൊക്കെ വെക്കുക. ஐயோ ஐயோ அவருக்கு அடி கொடுக்க ட்ரை பண்ணாருல அதே அவர் வாங்குறாரு. கர்மாஸ் பூமரங். ഇതെന്താ ജുറാസിക് പാർക്കോ? புளியை பறிச்சு தண்ணியே வரப்போகுது. ആയിട്ട് പോരാ. കഷ്ടമുണ്ട് കേട്ടോ. ഇനിമേ ഒരു ആള് പ്രമോടാ. ഓ அடுத்தவன் பிரச்சனைக்குள்ள போனா இதான். നീയോ മുത്തശ്ശിയുടെ? നിനക്ക് ചൂട് പിടിച്ചു തരാൻ ഞാൻ അവനോട് പറഞ്ഞു. എന്റെ മുത്തശ്ശി ഇവൻ ചെയ്ത് ശരിയാവില്ല. ഇവനത് പറഞ്ഞൂടാ. നിനക്കിലും ഓരോന്ന് പഠിക്കുന്നേ. ഓളിരുന്ന് പുള്ളിയുള്ള ചതവൊക്കെ പോട്ടെ. നീയും അല്പം പിടിച്ചോ. എനിക്ക് ചതവ് അകത്തല്ല. ഇതിനിടെ ചില വ്യക്തിപരമായ കണക്കുകളും തീർത്തോ എന്നൊരു സംശയം. എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? സൺസെറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. സൂര്യാസ്തമയം കാണാൻ എന്തിനാ അങ്ങോട്ട് പോയത്? ഈ വീടിന്റെ മുന്നിൽ നിന്ന് കാണാൻ. മോള് ഈ സൂര്യാസ്തമയം ഇതുവരെ കണ്ടിട്ടില്ലേ? മുത്തശ്ശി എനിക്ക് താല്പര്യമുണ്ടായിട്ട് പോയതല്ല. അവിടെ കണ്ട് നിന്ന് സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ട് തോട്ടി പോയത് നിങ്ങൾ. എന്നാലും ആ കാലമാണ് ഇവനോട് ചെയ്തു പോട്ടെ. ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും ഈ കുട്ടിയോട് കാണിച്ചില്ലല്ലോ. അത് ശരി. അപ്പൊ എന്നെ തല്ലിയത് ഒരു കുഴപ്പമില്ലല്ലേ? എടാ നീ ഒരാണല്ലേ? അതെന്താ? ആ നിങ്ങൾക്ക് തല്ലോണ്ട വേനെടുക്കൂലേ? എടാ തല്ല് വാങ്ങുന്നവനല്ല, തല്ല് കൊടുക്കുന്നവനാണ്. നിനക്ക് തെക്കേപ്പരയ്ക്ക് പ്രഭാകരവർമ്മയുടെ മകനാന്ന് പറഞ്ഞൂടായിരുന്നു? ഒരു മിനിറ്റ്. നമ്മെ ഇടി കൊള്ളുന്നവന്റെ വായിന്ന് കൊച്ചു കൊച്ചു വാക്കുകളെ വരൂ. അയ്യോ അമ്മേ, ഇടിക്കല്ലേ, വേണ്ട. അല്ലാതെ ആ തെക്കേപ്പുറയ്ക്ക് പ്രഭാകരവർമ്മയുടെ മകനാണ് എന്ന് പറയാനുള്ള കാര്യം ഇടിക്കണം. கரெக்ட் தானே. அடி வாங்கும்போது நம்ம எப்படி இவ்வளவு பெரிய டைலாக் അമ്മേ, അച്ഛൻ കോട്ടയത്ത് വരുമ്പോ കുറച്ച് ഗുണ്ടകളോട് കൊല്ലാൻ പറയണം. എന്തിനാ? എനിക്ക് പ്രതികാരം ചെയ്യാം.
നീ ഇനി ഒന്നിനും പോകണ്ട. വന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ശ്ശോ, എന്റെ മുത്തശ്ശി കേസുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വാസുവിന് ജയിലില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വീട് പോലെയാ. ആ SIക്ക് കുറച്ച് കൈക്കൂലി എടുത്തിട്ട് നന്നായിട്ട് ഇടിക്കാൻ പറഞ്ഞു. ഒരു മാസമെങ്കിലും അവന് ആശുപത്രി കിടക്കും. ദേ, അവൻ വന്നു തോന്നുന്നു. ആര്? വാസു? അതിന്റെ അച്ഛൻ. ഓ, ഇവിടത്തെ വാസു. ഓ, എന്നെ അങ്ങട് കൊല്ല്. നാട്ടിലോടി വീട്ടിലോടി. സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? പോയില്ല. അതെന്താ കൈയോടെ കംപ്ലൈന്റ് കൊടുത്തില്ലെങ്കിൽ? എന്ന് കംപ്ലൈന്റ്? അവനുണ്ടാക്കുന്ന കേസുകൾക്ക് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. ഈ കുടുംബത്തിൽ ഇന്നേ വരേക്കും ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിലും അവന്റെ കാര്യം വരുമ്പോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ശത്രുവായിട്ടാണ് നിങ്ങൾ അവനെ കാണുന്നത്. ലക്ഷ്മി, അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്ക് പലപ്പോഴായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിത് കേൾക്കണം. അവന്റെ തലവട്ടം കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ സന്നിദശ. അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം അവനോ ഈ വീടിനോ നാടിനോ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ ചില പാഴ്ജന്മങ്ങൾ. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു ജന്മത്തെ തന്നത്? അറവാട് മുടിക്കാനുണ്ടായ അശൂലം. I'm sorry. Really very sorry. ഞാൻ കാരണമായി ഈ പ്രശ്നം. ഇല്ല ഇല്ല. ഏയ്, അതൊന്നുമില്ല. ഇതൊക്കെ എന്റെ കൂടെയുള്ള പ്രശ്നങ്ങളാ. അച്ഛൻ മനുവിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിലൊക്കെ കാരണക്കാരി ഞാനാണെന്ന് അവരെല്ലാരും അറിയണം. വേണ്ട വേണ്ട, അവരൊന്നും അറിയണ്ട. இந்த பிரச்சனை காரணமே இவர்தானே. ഞാനിവിടെ വരുമ്പോ ഇവരൊന്നും എന്റെ ആരും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ അവരെന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അതെനിക്ക് കണ്ടില്ലെന്ന് ഭാവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞില്ലെങ്കിൽ പ്രിയ പറഞ്ഞത് ശരിയാ. എന്റെ വീട്ടുകാര് പ്രിയ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കണം. ഞാനായിട്ട് ഇവരെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. പ്രിയോടി അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവര് തകർന്നു പോകും. എന്തായാലും നമ്മൾ പിരിയേണ്ടവരല്ലേ. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ തിരിച്ചു പോവാം. പാടില്ല. നമ്മൾ നാളെ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോരുത്. മനു, യു വെരി ലക്കി. യു സച്ച് എ വണ്ടർഫുൾ ഫാമിലി. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനുവും അച്ഛനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കണം. ബിക്കോസ് ഐ ലവ് ദിസ് ഫാമിലി. என்னப்பா பேக் டு பேக் 3 சாங்? ஆஹா, இங்கே ஸ்டார்ட் ஆயிடுச்சு. என்னது கருப்பம் பூச்சா? இருக்கலாம். நினைச்சேன். எப்படி? பீமன். ஓ நோ, நான் அப்படி இல்லை. எலி வரும்போது என்ன பண்ண? நினைச்சேன். ரூம்ல இருக்கேன். இவங்க ரிட்டர்ன் போன மாதிரி தான். ஆஸ்திரேலியா பிளானை கேன்சல். மை பாஸ். யாருக்கு யார் பாஸ்ங்கிறது இப்போ தெரியுங்க. അല്ല, അമ്മ പറയായിരുന്നേ ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി. എന്നാ പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ കല്യാണം അങ്ങ് നടത്തിയാലോന്ന്. അയ്യോ, അമ്മ പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. ഞാനും അതിനെ കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. ഞങ്ങളുടെ ലീവ് തീരാറായി. മുംബൈ ചെന്നിട്ട് ജോലി സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു തീർക്കാനുണ്ട്. അതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നടത്താം. പോരാ, എനിക്ക് പ്രായമൊക്കെയായി. ഇവന്റെ കല്യാണം കൂടി കണ്ടിട്ട് വേണം മരിക്കാൻ എന്റെ ആഗ്രഹം. ரெகுலர் டைலாக். ഇനി കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ.
ഈ 17-നോ 18-നോ അല്ലേ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ന് 9. ഈ 15-നോ 16-നോ ഒരു നല്ല സൂപ്പർ. മുഹൂർത്തം നോക്കി നടത്താൻ പറ്റില്ലേ? എന്തിനാ നമ്മളിങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത്? നമുക്ക് സ്വസ്ഥമായിട്ട് പിന്നെ നടത്താലോ. നീ കഷ്ടപ്പെടണ്ട, ഞങ്ങൾ കഷ്ടപ്പെട്ടോളാം. എന്തായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ കല്യാണം നടത്തും. Manu, things are getting very serious now. നമ്മൾ പോകുന്ന ഡേറ്റിന്റെ കാര്യം അവരെങ്ങനെ അറിഞ്ഞേ? അത് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്. ശ്ശെ, അത് വേണ്ടായിരുന്നു. ഇനിയിപ്പോ ഡേറ്റ് മാറ്റി പറയാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. I swear I didn't know. ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? വന്നോളൂ മുത്തശ്ശി. ഫാമിലി ട്രഡീഷൻ நினைக்கிறேன். പരമ്പരാഗതമായി കൈമാറി വരുന്ന കല്യാണ സാരിയും ആഭരണങ്ങളുമാണ് 100 വർഷത്തോളം ഓ പഴക്കം. മുത്തശ്ശിയുടെ കല്യാണത്തിന് ശേഷം ഇത് എന്റേതായി. ഇനി ഇത് മോളുടെയാണ്. കല്യാണ ദിവസം ഇതണിഞ്ഞിട്ട് വേണം കുടുംബക്ഷേത്രത്തിൽ വരാൻ. ഇവിടെ കെട്ടി വരുന്ന പെൺകുട്ടികള് ഇതുകൊടുത്താണ് ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കാറ്. നിങ്ങൾ ആദ്യ രാത്രി കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും ഈ ചടങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. ഇതൊക്കെയല്ലേ ഉള്ളൂ ഞങ്ങളുടെ ഒരു സന്തോഷം. Thank you for watching with us. അടുത്ത പാട്ടിൽ സന്ദിപ്പം. ബൈ ബൈ.